തീർച്ചയായിട്ടും സ്വാമി, ഞാൻ പരിപൂർണമായിട്ട് വിശ്വാസത്തോടു കൂടി ഞാൻ ചെയ്തോളാം. ഇതേപോലെ തന്നെ ഞാനും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ ഈ പൂജയുടെ പൈസയുടെ കണക്കാണ് പറയണത്. കാരണം നമ്മുടെ പ്രശ്നങ്ങളല്ല അവർ കേൾക്കുന്നത്. അവർ പറയും ഇത്ര പൂജ, ഇത്ര രൂപ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയണത്. ഒരുപാട് സ്ഥലത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴും പ്രശ്നം പറഞ്ഞാൽ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് ഞാനത് നിർത്തിവെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ അവസാനം ഒന്നുകൂടി നോക്കാം എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തത്. കാരണം ഇതേ ായിട്ട് ചില കളികൾ കളിക്കും. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ പുള്ളി അപ്പം തന്നെ അതെടുത്ത് കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളി അത് കുറച്ചുകൂടെ ദൂരത്തേക്ക് എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ഈ സെയിം കളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാം? നമുക്കത് നേടാനുള്ള ആവേശം കൂടാനും നേടിക്കഴിയുമ്പോൾ ആ നേടിയതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് ചെമ്മാരായിട്ട് ചില കളികൾ കളിക്കും. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ പുള്ളി അപ്പം തന്നെ അതെടുത്ത് കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളി അത് കുറച്ചുകൂടെ ദൂരത്തേക്ക് എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ഈ സെയിം കളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാം? നമുക്കത് നേടാനുള്ള ആവേശം കൂടാനും നേടിക്കഴിയുമ്പോൾ ആ നേടിയതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ് ചെമ്മാരായിട്ട് ചില കളികൾ കളിക്കും. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ പുള്ളി അപ്പം തന്നെ അതെടുത്ത് കുറച്ച് ദൂരത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പുള്ളി അത് കുറച്ചുകൂടെ ദൂരത്തേക്ക് എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ഈ സെയിം കളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാം? നമുക്കത് നേടാനുള്ള ആവേശം കൂടാനും നേടിക്കഴിയുമ്പോൾ ആ നേടിയതിന്റെ വില നമുക്ക് മനസ്സിലാക്കി തരാനും വേണ്ടിയിട്ടാണ്